മുനമ്പത്തെ ഭൂസമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ നാടകീയ രംഗങ്ങൾ. മുദ്രാവാക്യം വിളിച്ച് വേദി വിട്ട് ഇറങ്ങി വിമത വിഭാഗം. അല്ലെങ്കിൽ വഖഫ് അധിനിവേശത്തിന്റെ കീഴിലുള്ള ആർക്കെങ്കിലും ഇത് കിട്ടിയോന്ന് എനിക്കറിയില്ല. നമ്മ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് അനുകൂലികളായ ഏവരെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളൂ. വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് മുനമ്പത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം സമരസമിതിയെ അഭിസംബോധന ചെയ്ത് മന്ത്രിമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കുരുക്കായി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ 2022 അനുമതി തേടിയത് ബോർഡെന്ന് തന്ത്രി. അനുമതി നൽകിയത് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും കണ്ഠരര് മഹേഷ് മോഹനര്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടെത്താനാകാതെ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാൻ രാഹുൽ. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം. രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുന്നത് കോൺഗ്രസ് എന്ന CPM. അതിജീവിതയ്ക്കെതിരായ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയം നീട്ടി. ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 16-ന്, അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പീഡനാരോപണത്തിൽ വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ. ആത്മഹത്യ ചെയ്ത CA ബിനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സൂരജ് ലാമയുടേതെന്ന് സംശയം. കുടുംബത്തോട് കൊച്ചിയിലെത്താൻ നിർദ്ദേശിച്ച പോലീസ്. സൂരജിനെ കാണാതായത് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന്. ഡിറ്റ്വ ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിൽ ഒരു മരണം, പുതുച്ചേരിയിലും കനത്ത മഴ. ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റിൽ മരണം 200 കടന്നു. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. റാഞ്ചി ഏകദിനത്തിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് പിന്നിട്ടു. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. രോഹിത് ശർമ്മ 57 റൺസ് എടുത്ത് പുറത്ത്.